ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ പേപ്പർ ബികോമിന്റെ ഇഗ്നോ വിദ്യാർത്ഥികളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് നമ്മുടെ പേപ്പർ. ഇത് കമ്പാരിറ്റീവ്ലി മറ്റ് ബികോം സബ്ജക്റ്റുകളേക്കാൾ വളരെ എളുപ്പമുള്ള ഒരു പേപ്പറാണ്. അത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റാവുന്ന, നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു പേപ്പർ കൂടിയാണ്. അപ്പൊ അത് നന്നായിട്ട് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകളെല്ലാം തന്നെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക, അത് നന്നായിട്ട് പഠിക്കാനും ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ആദ്യത്തെ മൊത്തം ഇതിൽ 6 ബ്ലോക്കാണുള്ളത്. 6 ബ്ലോക്കിൽ ഒന്നാമത്തെ ബ്ലോക്ക് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അപ്പോ ആദ്യത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗിൽ യൂണിറ്റ് 1, യൂണിറ്റ് 2, 3, 4. ആദ്യ ബ്ലോക്കിൽ 4 യൂണിറ്റ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഈ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും accessible ആകുന്ന രീതിയിൽ, വളരെ എളുപ്പമുള്ള രീതിയിലാണ്. നിങ്ങളുടെ ഇഗ്നോയുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നമ്മൾ പോയിന്റുകൾ മാത്രം സോർട്ട് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു പ്രിന്റാണ്. അപ്പൊ നിങ്ങളത് നന്നായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് ബ്ലോക്ക് 1 ബേസിക് കൺസെപ്റ്റ്സ് ആണ്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ്, ആദ്യത്തെ യൂണിറ്റ് മീനിങ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. ഇവിടെ കാണാവുന്ന രീതിയിൽ മീനിങ് ഓഫ് മാർക്കറ്റിംഗ്, എന്താണ് മാർക്കറ്റിംഗിന്റെ അർത്ഥം, മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അതൊരു സെയിൽ പ്രക്രിയയുടെ ഭാഗമാണ്. ഒരു ഗുഡോ സർവീസോ പ്രോഫിറ്റ് എന്ന് പറയുന്ന മോട്ടീവിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാർക്കറ്റിൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് അനുബന്ധിച്ചു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ മീനിങ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നു, മാർക്കറ്റിംഗ് ഈസ് നോട്ട് ഓൺലി സെല്ലിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അത് സെല്ലിംഗ് മാത്രമല്ല, മറിച്ച് എന്താണ്, മെനി സ്റ്റുഡൻസ് തിങ്ക് മാർക്കറ്റിംഗ് ഈസ് ഈക്വൽ സെല്ലിംഗ് ഓർ അഡ്വർടൈസിങ്. കുറെ ആളുകൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈക്വൽ സെല്ലിംഗ് ഓർ അഡ്വർടൈസിങ്, സെല്ലിങ്ങോ അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങോ മാത്രമാണ് എന്നാണ്. അത് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സെല്ലിംഗ് ആൻഡ് അഡ്വർടൈസിങ് ആർ ഓൺലി പാർട്സ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വെറും സെല്ലിങ്ങും അഡ്വർടൈസിങ്ങും മാത്രമല്ല, അത് മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ വിപണിയിലേക്ക് ഒരു പ്രോഡക്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി സപ്ലൈ ചെയ്യുന്നു. അത് കൂടുതൽ ആളുകൾ വാങ്ങിയാൽ മാത്രമാണ് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇൻകം, അയാളുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ആവുകയുള്ളൂ. അപ്പൊ ആ പ്രോഫിറ്റ് ഇൻക്രീസ് ആകുവാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഏതൊരു പ്രോഡക്റ്റും അതിനാവശ്യമായിട്ടുള്ള സെല്ലിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് അതിനു വേണ്ടി ചെലവാക്കണം. അപ്പൊ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു പരസ്യം അല്ലെങ്കിൽ അഡ്വർടൈസിങ് എന്ന് മാത്രമല്ല മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ അർത്ഥം അത് വളരെ വിശാലമാണ്, വിസ്തൃതമാണ്. ഇവിടെ സെല്ലിംഗ് ഓർ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദി മാർക്കറ്റിംഗ് മാത്രമാണ്. അത് മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗം മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. മാർക്കറ്റിംഗ് സ്റ്റാർട്ട്സ് ബിഫോർ എ പ്രോഡക്റ്റ് ഈസ് മെയ്ഡ് ആൻഡ് കണ്ടിന്യൂസ് ആഫ്റ്റർ ഇറ്റ് ഈസ് സോൾഡ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് മേക്ക്
ചെയ്യുന്നതിന്റെ മുൻപ് തന്നെ ആരംഭിക്കുന്ന ഒന്നാണ്. ആൻഡ് കണ്ടിന്യൂസ് ഇറ്റ് ഈസ് സോൾഡ്. എന്നാൽ അത് വിൽപ്പനയ്ക്ക് ശേഷം, അത് ഉണ്ടാക്കുന്നതിന് മുന്നേ ആരംഭിക്കുന്നു, പിന്നീട് അത് ഗുഡ് സെയിൽ ചെയ്തതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ അതൊരു വാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നു. അപ്പൊ ഇറക്കുന്നതിന് മുൻപ് തന്നെ അത് ആളുകളിലേക്ക് എത്തിക്കുവാനും അതിന്റെ പ്രോഫിറ്റ് ആയിട്ടുള്ള വശങ്ങളെ കുറിച്ച് പരിശോധിക്കാനും അത് ഏതൊക്കെ രീതിയിൽ ആണ് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് ഏരിയകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ വളരെ കൃത്യമായി പഠിച്ചെടുക്കുന്നുണ്ട്. അത് മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ്. ഇപ്പോ ആളുകൾ അവരുടെ കാലഘട്ടത്തിനനുസരിച്ച് ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ് ഏതാണ്, അതിന്റെ ഒരു ട്രെൻഡിങ് സ്വഭാവം എന്താണ്, ഇതെല്ലാം തന്നെ പഠിച്ചെടുത്തുകൊണ്ട് കൺസ്യൂമേഴ്സിന്റെ മൈൻഡ് എന്താണോ, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് എന്താണോ, ആ പ്രോഡക്റ്റ് അവർക്ക് വേണ്ടി വിഭാവനം ചെയ്യുന്ന രീതിയിൽ മേക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മാർക്കറ്റിംഗ് സ്റ്റാർട്ട്സ് ബിഫോർ എ പ്രോഡക്റ്റ് ഈസ് മെയ്ഡ് ആൻഡ് കണ്ടിന്യൂസ് ആഫ്റ്റർ ഇറ്റ് ഈസ് സോൾഡ് ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ പ്രോഡക്റ്റ് ഇറക്കുന്നതിന് മുന്നേ തന്നെ ആ പ്രോഡക്റ്റിന്റെ അഡ്വാൻറ്റേജസ് അതെങ്ങനെ ആളുകളിലേക്ക് എത്തും, അത് കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണോ എന്ന രീതിയിലെല്ലാം തന്നെ നോക്കുന്ന പ്രക്രിയ കൂടി മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ പ്രോഡക്റ്റിന് മുൻപും അതുപോലെ ആൻഡ് കണ്ടിന്യൂസ് ആഫ്റ്റർ ഇറ്റ് ഈസ് സോൾഡ്, അത് വിൽപ്പനയ്ക്ക് ശേഷവും. നമുക്കറിയാം, വിൽപ്പനയ്ക്ക് ശേഷം പല ഗുഡുകൾക്ക് വാറണ്ടി, ഗ്യാരണ്ടി, മറ്റ് സർവീസുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നവരാരാണ്, അവരിലേക്കാണ് കൺസ്യൂമേഴ്സ് കൂടുതലായിട്ട് എത്തുക നടത്തും. അപ്പൊ അത് വിൽപ്പനയ്ക്ക് ശേഷവും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നതിന് മുൻപും മാർക്കറ്റിംഗ് ആരംഭിക്കുന്നു എന്നുള്ളതാണ് ആദ്യം അതിന്റെ ഒരു വാസ്റ്റ് കൺസെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതില് ഒരു ഡെഫിനിഷൻ ബൈ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ, AMA, അതിൽ വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു AMA, അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ, മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു വാചകം: മാർക്കറ്റിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിംഗ് വാല്യൂ ടു കസ്റ്റമേഴ്സ് ആൻഡ് മാനേജിംഗ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഈസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ അതിൽ നമ്മൾ ഈ പറഞ്ഞ മുഴുവൻ പോയിന്റുകളും വന്നു. ഈസ് ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആണ്. ഈസ് ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എന്റെ അർത്ഥം എന്താണ്? നമ്മളൊരു ഗുഡ് വിപണിയിലേക്ക് ഇറക്കുമ്പോൾ, മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ, അത് നിലവിലുള്ള കൺസ്യൂമേഴ്സ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവരുടെ മൈൻഡ് സെറ്റിനനുസരിച്ചുള്ള ഒരു ഗുഡാണ്, ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് പരിശോധിച്ചുകൊണ്ട് അതിന്റെ പോസിബിലിറ്റീസ് വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതാണ് ഈസ് ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഇനി കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിംഗ് വാല്യൂ ടു കസ്റ്റമേഴ്സ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിംഗ് വാല്യൂ ടു കസ്റ്റമേഴ്സ്, അതിന്റെ വാല്യൂവിനെ കുറിച്ച് കൺസ്യൂമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, അത് അഡ്വർടൈസ്മെന്റ് ആണ്. നമ്മൾ നമ്മുടെ ബ്രാൻഡ്, നമ്മുടെ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന അതിന്റെ വാല്യൂവിനെ കുറിച്ച് കൺസ്യൂമേഴ്സിനോട്, ഉപഭോക്താക്കളോട് പറയുവാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനം അതിന്റെ കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്. ആൻഡ് ഡെലിവറിംഗ് വാല്യൂ ടു കസ്റ്റമേഴ്സ് ആൻഡ് മാനേജിങ് കസ്റ്റമർ റിലേഷൻഷിപ്സ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇവിടെ ആൻഡ് മാനേജിങ് കസ്റ്റമർ റിലേഷൻഷിപ്സ് ആണ്.
അവിടെ കസ്റ്റമേഴ്സുമായുള്ള റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും മാത്രമല്ല ആ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കിട്ടുന്ന രീതിയിൽ നടത്തുന്ന പ്രവൃത്തി എന്താണോ, നടത്തുന്ന മുഴുവൻ പ്രോസസ്സും എന്താണോ, അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുക. അപ്പൊ അതിന് വളരെ അർത്ഥമുണ്ട്. അപ്പോ ഗുഡ് സെയിൽ ചെയ്യുന്നതിന് മുൻപ്, അത് സെയിൽ ചെയ്തതിന് ശേഷം അഡ്വർടൈസ്മെന്റ് നടത്തുന്നു. ആ ഗുഡിന്റെ വാല്യൂ കസ്റ്റമേഴ്സിലേക്ക്, കൺസ്യൂമേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും കൺസ്യൂമേഴ്സുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാനും, എന്നാൽ ഈ പ്രവർത്തികളിലൂടെ എല്ലാം തന്നെ അതിന്റെ പിന്നെ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നടത്തുന്ന പ്രവർത്തികളെ, പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? മാർക്കറ്റിംഗ്. അത് ക്ലിയർ ആയി. അപ്പൊ അതില് കൃത്യമായിട്ട് നമുക്ക് ഒന്നുകൂടി അതിന്റെ പോയിന്റുകൾ ഒന്ന് തിരിച്ചു പറയാൻ വേണ്ടി പറ്റും. മാർക്കറ്റിംഗ് മീൻസ് എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളത് നമ്മൾ അവിടെ ഇതുവരെ പറഞ്ഞ ഡെഫിനേഷൻ വീണ്ടും ഞാൻ ഒന്നുകൂടി പോയിന്റ് വൈസ് ആയിട്ട് സോർട്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് മീൻസ് ഫൈൻഡിങ് വാട്ട് കൺസ്യൂമേഴ്സ് നീഡ്. കൺസ്യൂമേഴ്സിന്റെ ആവശ്യം എന്താണെന്ന് കണ്ടെത്തുന്നു. കൺസ്യൂമേഴ്സിന്റെ ആവശ്യം എന്താണെന്ന് കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ഗുഡ് മേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ കണ്ടെത്തുന്നു. പിന്നെ ക്രിയേറ്റിംഗ് വാല്യൂ ഫോർ ദം, അവർക്ക് അതിനനുസരിച്ചുള്ള മൂല്യം പ്രദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള ഒരു വാല്യൂ ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഡെലിവറിങ് ദ പ്രോഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് ഡെലിവർ ചെയ്യുന്നു. അവിടെ അഡ്വർടൈസ്മെന്റ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും, ഡെലിവറിങ് ദ പ്രോഡക്റ്റ്. അപ്പൊ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി മാർക്കറ്റിംഗിന്റെ ഒരു പാർട്ട് മാത്രമാണ് എന്നാണ് ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം. ദെൻ മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്, മാത്രമല്ല പിന്നീട് കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, ഒരു ഗുഡ് റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഇത്രയുമാണ് മാർക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. ആ 4 പോയിന്റുകൾ അത് ഇവിടെ നന്നായിട്ട് ഓർമ്മയിൽ വെച്ചാൽ മതി. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്ന രീതിയിൽ നിങ്ങൾക്ക് 4 പോയിന്റുകൾ ഉപയോഗിക്കാം. ഇനി അടുത്ത ഭാഗം നോക്കൂ. മാർക്കറ്റിംഗ് സ്റ്റാർട്ട്സ് വിത്ത് ഹ്യൂമൻ നീഡ്സ്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് ഒരു ഗുഡിന്റെ മേക്കിങ്ങിന് മുൻപ് തന്നെയാണ്. അവിടെ ആദ്യം ഒരു പ്രൊഡ്യൂസർ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹ്യൂമൻ നീഡ്സ്, മനുഷ്യന്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ കാലോചിതമായിട്ടുള്ള ആവശ്യം എന്താണ്, കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് വരുന്ന ആവശ്യം എന്താണ്, ആ ആവശ്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു കൺസ്യൂമർ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് സ്റ്റാർട്ട്സ് വിത്ത് ഹ്യൂമൻ നീഡ്സ്. അപ്പൊ നോക്കൂ, സപ്പോസ് യു ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ്, യു ഡു നോട്ട് സ്റ്റാർട്ട് വിത്ത് എ പ്രോഡക്റ്റ്. നമ്മളിപ്പോ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആ ബിസിനസ് നമ്മൾ പ്രൊഡക്റ്റിന്റെ കൂടെ അങ്ങോട്ട് ആരംഭിക്കുകയല്ല. യു ഡു നോട്ട് സ്റ്റാർട്ട് വിത്ത് എ പ്രോഡക്റ്റ്, അതായത് പ്രോഡക്റ്റിന്റെ കൂടെ തന്നെ നമ്മൾ ബിസിനസ് ആരംഭിക്കുകയല്ല. മറിച്ച് എന്താണ്, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാൻ പഠിക്കുക. അതിനനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അതിൽ ഹ്യൂമൻ നീഡ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ യു ഡു നോട്ട് സ്റ്റാർട്ട് വിത്ത് എ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് അടുത്ത് നോക്കി, യു സ്റ്റാർട്ട് വിത്ത് ഐഡന്റിഫൈ കസ്റ്റമർ നീഡ്സ്. അവിടെ യു സ്റ്റാർട്ട് വിത്ത് ഐഡന്റിഫൈങ് കസ്റ്റമർ നീഡ്സ് ആണ്. കസ്റ്റമറുടെ നീഡ് എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അപ്പം അത് നിങ്ങൾ നോക്കൂ, മാർക്കറ്റിംഗ് സ്റ്റാർട്ട്സ് വിത്ത് ഹ്യൂമൻ നീഡ്സ്. അതായത് ഒരിക്കലും ഹ്യൂമൻ നീഡ്സ് അറിഞ്ഞിട്ട് മാത്രമാണ് അവര് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. യു ഡു നോട്ട് സ്റ്റാർട്ട് വിത്ത് എ പ്രോഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ കൂടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് മാർക്കറ്റിംഗ് ആരംഭിക്കുകയല്ല എന്നർത്ഥം. അതിന് മുന്നേ എന്ത് ചെയ്യണം, കൺസ്യൂമേഴ്സിന് ആവശ്യമുണ്ടോ,
എത്രത്തോളം ആവശ്യമുണ്ട്, അവരാഗ്രഹിക്കുന്ന അവരുടെ ആവശ്യം എന്താണ് എന്നറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് റാഷണൽ പ്രൊഡ്യൂസർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവിടെ നോക്കി, യു സ്റ്റാർട്ട് വിത്ത് ഐഡന്റിഫൈങ് കസ്റ്റമർ നീഡ്സ്. അപ്പൊ നമ്മൾ അത് ആരംഭിക്കേണ്ടത് എങ്ങനെയാണ്? കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ നീഡ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മളത് ആരംഭിക്കേണ്ടതെന്ന് അർത്ഥം. എക്സാമ്പിൾ നോക്കൂ, പീപ്പിൾ ഫീൽ തേഴ്സ്റ്റി, നീഡ് ഐഡന്റിഫൈഡ്. അവിടെ ആളുകൾക്ക് നന്നായി ദാഹിക്കുന്നുണ്ട്, അവിടെ നീഡ്, ആവശ്യം ഐഡന്റിഫൈ ചെയ്തു. പ്രൊഡക്റ്റ് ഡെവലപ്ഡ് എങ്ങനെയാണ്? പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പൊ ആവശ്യം അനുസരിച്ചാണ് അവിടെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കൺസ്യൂമേഴ്സിന്റെ നീഡ് എന്താണോ അതിനനുസരിച്ച് മാത്രമേ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് പിന്നീട് അവർ ആവശ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അറിയുക എന്ന രീതി അത് റോങ് ആണ്. പീപ്പിൾ ഫീൽ തേഴ്സ്റ്റി, ജനങ്ങൾക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട് ആളുകൾക്ക്. അപ്പൊ അവിടെ നീഡ് ഐഡന്റിഫൈഡ്, അവിടെ ആവശ്യം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ദെൻ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? പ്രോഡക്റ്റ് ഡെവലപ്ഡ്, പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഡെവലപ്പ് ചെയ്യാണ്. പാക്കേജിൽ ഡ്രിങ്കിങ് വാട്ടർ, മാർക്കറ്റിംഗ് ഡൺ. അവിടെ മാർക്കറ്റിംഗ് നടക്കുന്നത് എങ്ങനെയാണ്? പ്രൊഡക്റ്റ് റീച്ചസ് കസ്റ്റമേഴ്സ്. അവിടെ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ഡൺ എന്ന് പറയുന്നത്? പ്രൊഡക്റ്റ് റീച്ചസ് കസ്റ്റമേഴ്സ്. ദിസ് ഐഡിയ ഇസ് കോൾഡ് മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അപ്പൊ അവിടെ പീപ്പിൾ ഫീൽ തേഴ്സ്റ്റി, നീഡ് ഐഡന്റിഫൈ ചെയ്തു, പ്രൊഡക്റ്റ് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തു. പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ആണ്. അത് മാർക്കറ്റിൽ നടന്നു കഴിഞ്ഞു, അത് ആളുകളിലേക്ക് എത്തുന്നു. സ്വാഭാവികമായിട്ട് ആവശ്യം ഉള്ളത് ഒരു പ്രൊഡ്യൂസർ ഡെവലപ്പ് ചെയ്തു. ഇതിനെയാണ് മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയാം, എല്ലാ കാലങ്ങളിലും ജനങ്ങൾക്ക് ഒരേ ആവശ്യമാവണമെന്നില്ല. കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് മാറും, അവരുടെ ആവശ്യങ്ങൾ മാറും, അവരുടെ ഫാഷനിൽ മാറ്റം വരും, അവരുടെ ട്രെൻഡിൽ മാറ്റം വരും. അപ്പൊ അതിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ ആളുകളിലേക്ക് എത്തുകയും പ്രോഫിറ്റിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇതാണ് മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്താണ്? ഹ്യൂമൻ നീഡ്സ് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, ആ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് ചെയ്യേണ്ട കാര്യം. ഇനി അവിടെ ഡെഫിനിഷൻ ബൈ ഫിലിപ്പ് കോൾട്ടർ എന്ന് പറയുന്ന ഒരാളുടെ ഡെഫിനിഷൻ നിങ്ങളുടെ പ്രിന്റിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഡെഫിനിഷൻസ് നൽകിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഫിലിപ്പ് കോൾട്ടർ. ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്ന ആള്, ഫിലിപ്പ് കോട്ട്ലർ പറയുന്നത് എ ഹ്യൂമൻ ആക്ടിവിറ്റി ഡയറക്റ്റഡ് അറ്റ് സാറ്റിസ്ഫൈങ് നീഡ്സ് ആൻഡ് വാട്ട്സ് ത്രൂ എക്സ്ചേഞ്ച് ആണ്. ജസ്റ്റ് ആ ഒരു ഡെഫിനേഷൻ ഓർമ്മയിൽ വെച്ചാൽ മതി. അപ്പൊ ഇൻ സിമ്പിൾ വേർഡ്സ് എങ്ങനെയാണ്? പീപ്പിൾ ഹാവ് നീഡ്സ്, ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ. നീഡ് ക്രിയേറ്റ് വാണ്ട്സ്. നീഡ്, ആവശ്യം, അവിടെ എന്താണ്? നീഡ് ക്രിയേറ്റ് വാണ്ട്സ് ആണ്. അപ്പൊ അവിടെ ഫുഡ് ആവശ്യമാണെങ്കിൽ പിസ, ക്ലോത്ത് ആണെങ്കിൽ ബ്രാൻഡഡ് ക്ലോത്ത്സ്. വെൻ വാണ്ട്സ് പ്ലസ് മണി, വെൻ വാണ്ട് പ്ലസ് മണിയാണ്. എബിലിറ്റി ടു പേ ആൻഡ് വില്ലിങ്നെസ് ടു പേ എന്നാണ് നമ്മൾ ഡിമാൻഡിൽ പഠിച്ചു വെച്ചിട്ടുള്ളത്. കൺസ്യൂമർക്ക് ആവശ്യമുണ്ട്, എന്നാൽ ആ ആവശ്യത്തെ നിറവേറ്റാനുള്ള കഴിവും അയാൾക്ക് ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വെൻ വാണ്ട്സ്, വാണ്ടും ആവശ്യമുണ്ട്, പ്ലസ് മണി, ആവശ്യത്തെ നിറവേറ്റാനുള്ള കഴിവ് കൂടി ആൾക്ക് വേണം. അതാണ് എബിലിറ്റി ടു പേ ആൻഡ് വില്ലിങ്നെസ് ടു പേ ആണ്. അതാണ് മണി എന്ന് പറയുന്ന അർത്ഥം, അല്ലെ? ഈസ് ഈക്വൽ ഡിമാൻഡ്. ഡിമാൻഡ് ലീഡ്സ് ടു എക്സ്ചേഞ്ച്. ഡിമാൻഡ് ലീഡ്സ് ടു എക്സ്ചേഞ്ച് മണി ഫോർ പ്രോഡക്റ്റ്. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്കിന്റെ അർത്ഥം. ആ ഫിലിപ്പ് കോട്ട്ലറുടെ ആ ഡെഫിനേഷന്റെ സിമ്പിൾ വേർഡാണ് ഞാൻ താഴത്തെ എഴുതിയിരിക്കുന്ന അർത്ഥം. ഓക്കെ, ഇനി വാണ്ട്സ്, ഡിമാൻഡ് നോക്കൂ. ഇവിടെ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമുക്കറിയാം ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ് എന്ന് പറയുന്ന ലയണൽ റോബിൻസിന്റെ ഒരു ഡെഫിനേഷൻ നിങ്ങൾ മുൻപ് എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, മനുഷ്യന്റെ ആവശ്യം എന്ന് പറയുന്നത് അപരിമിതമാണ്. ബട്ട് മണി ഈസ് ലിമിറ്റഡ്.
പക്ഷെ ആ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താനുള്ള മണി അത് ഈസ് വെരി ലിമിറ്റഡ്. റിസോഴ്സസ് ആർ ലിമിറ്റഡ് എന്നാണ് പറയുന്നത്. സോ പീപ്പിൾ ചൂസ് പ്രോഡക്ട്സ് ദാറ്റ് ഗിവ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഏതൊരു വ്യക്തിയും ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അവന് അതിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ്, ഒരു പ്രൊഡ്യൂസറുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, ഒരു പ്രൊഡ്യൂസറുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? അയാൾക്ക് ഒരു ഗുഡിൽ നിന്നും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുക എന്നുള്ളതാണ്. സോ പീപ്പിൾ, അതുകൊണ്ട് തന്നെ പീപ്പിൾ ചൂസ് പ്രോഡക്ട്സ്. ജനങ്ങൾ എന്ത് പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴും ദാറ്റ് ഗിവ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അവർക്ക് എന്ത് കിട്ടണം? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നർത്ഥം. ക്ലിയർ? ആ രീതിയിലാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ മേക്ക് ചെയ്യേണ്ടത്. എക്സാമ്പിൾ, എ സ്റ്റുഡന്റ് മേ വാണ്ട് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ബൈക്ക്, ബട്ട് വിത്ത് ലിമിറ്റഡ് മണി. പക്ഷെ അവന്റെ കയ്യിൽ എന്തേ ഉള്ളൂ? ലിമിറ്റഡ് മണിയേ ഉള്ളൂ. ഹി ചൂസസ് വൺ മോസ്റ്റ് നീഡഡ് പ്രൊഡക്റ്റ്. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? അവനതിൽ ഏറ്റവും മോസ്റ്റ് ആയിട്ട് ആവശ്യമുള്ള, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പ്രൊഡക്റ്റ് എന്താണോ അതവൻ ചൂസ് ചെയ്യും. അപ്പൊ ആദ്യത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ ലിമിറ്റഡ് റിസോഴ്സേ ഉള്ളൂ. ആ ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവൻ ഏറ്റവും ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഏതാണോ അത് വാങ്ങാനാണ് ശ്രമിക്കുക. അപ്പൊ ആ ആവശ്യം എന്താണോ അത് മനസ്സിലാക്കിയിട്ട് ഒരു പ്രൊഡ്യൂസർ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റുകൾ മേക്ക് ചെയ്യണം. ആവശ്യത്തിനനുസരിച്ചാണ് പ്രൊഡക്റ്റുകൾ മേക്ക് ചെയ്യേണ്ടത്. ആവശ്യം കണ്ടറിയുക എന്നുള്ളത്, ആവശ്യങ്ങൾ എന്താണ് എന്നത് ഡാറ്റ മുഖാന്തരം പഠിക്കുക എന്നുള്ളത്, ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇന്റർനെറ്റിൽ അവർ എന്ത് സെർച്ച് ചെയ്യുന്നു, അവരെന്ത് ആഗ്രഹിക്കുന്നു, അത് കണ്ടെത്തുക എന്നുള്ളത് പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. എന്റെ അർത്ഥം അത് പ്രൊഡക്റ്റിന് മുന്നേ തന്നെ ആരംഭിക്കും. ക്ലിയർ ആണ്? അപ്പോൾ ഏതൊരു വ്യക്തിയുടെ കയ്യിലും ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നീഡ്, ആവശ്യമുള്ള പ്രൊഡക്റ്റ് എന്താണോ അത് ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇനി അവിടെ പ്രോസസ് ഓറിയന്റേറ്റഡ് മീനിങ് ഓഫ് മാർക്കറ്റ്. പ്രോസസ് ഓറിയന്റേറ്റഡ് മീനിങ് ഓഫ് മാർക്കറ്റ് വളരെ കൃത്യത അറിയാം. പ്രോസസ് ഓറിയന്റഡ്, അപ്പൊ ഈ മാർക്കറ്റിംഗിന്റെ ഒരു പ്രോസസ്സ്, അതിന്റെ മീനിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാൻ നോക്കുക. അവിടെ നോക്കി, മാർക്കറ്റിംഗ് ഇസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഒന്ന് ആദ്യം അവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഐഡന്റിഫൈ കസ്റ്റമർ നീഡ്സ്. കസ്റ്റമറുടെ നീഡ് എന്താണോ അത് പഠിക്കുക. ഐഡന്റിഫൈ കസ്റ്റമർ നീഡ്സ് ആണ്. കസ്റ്റമറുടെ അല്ലെങ്കിൽ ഈ ഉപഭോക്താവിന്റെ ആവശ്യം എന്താണോ അത് പഠിക്കുക. രണ്ടാമത്തെ കാര്യം, കൺവേർട്ട് നീഡ്സ് ഇൻടു പ്രോഡക്ട്സ് ഓർ സർവീസസ്. കൺവേർട്ട് നീഡ്സ് ഇൻടു പ്രോഡക്ട്സ് ഓർ സർവീസസ് ആണ്. ഈ നീഡിനെ, കൺസ്യൂമേഴ്സിന്റെ നീഡ് എന്താണോ അതിനെ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ സർവീസുകളോ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ അതിന്റെ അർത്ഥം ആദ്യം നീഡ് എന്താണെന്ന് മനസ്സിലാക്കുക. ആ നീഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളായിട്ട് അല്ലെങ്കിൽ സർവീസുകളായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക. ദെൻ ഡെലിവർ പ്രൊഡക്ട്സ് ടു ഫൈനൽ കൺസ്യൂമേഴ്സ്. ഫൈനൽ കൺസ്യൂമേഴ്സിലേക്ക് അത് ഡെലിവർ ചെയ്യുക. അങ്ങനെ ഡെലിവർ ചെയ്യുമ്പോൾ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുവാൻ, ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് അഡ്വർടൈസിങ്. അതിന് പല പല രീതികൾ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് സ്വീകരിക്കാറുണ്ട്. അതാണ് ഡെലിവർ പ്രൊഡക്ട്സ് ടു ഫൈനൽ കൺസ്യൂമേഴ്സ്, സാറ്റിസ്ഫൈ കൺസ്യൂമർ വാണ്ട്സ്. സാറ്റിസ്ഫൈ കൺസ്യൂമർ വാണ്ട്സ് എന്താണ്? ഉപഭോക്താവിന്റെ ആവശ്യം എന്താണോ എന്നിട്ട് എന്ത് ചെയ്യുക? ആ ആവശ്യത്തെ അവിടെ തൃപ്തിപ്പെടുത്തുക. അപ്പൊ ആദ്യം നീഡ് ഐഡന്റിഫൈ ചെയ്തു. ആ നീഡ് ഐഡന്റിഫൈ ചെയ്തത് നമ്മൾ ഗുഡോ സർവീസോ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആ കൺവേർട്ട് ചെയ്ത ഗുഡ്, മേക്ക് ചെയ്ത ഗുഡ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? കൺസ്യൂമേഴ്സ് അതിൽ നിന്ന് ഒരു സാറ്റിസ്ഫൈ, അവരുടെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവ് അതിനുണ്ട് എന്ന രീതിയിലേക്ക് അതിനെ മാറ്റുന്നു.
ഏൺ പ്രോഫിറ്റ് യൂസിങ് റിസോഴ്സസ് എഫിഷ്യൻറ്റ്. അവിടെ പ്രൊഡ്യൂസർ എന്താണ്, ഉള്ള റിസോഴ്സുകൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നു. ഇതാണ് മാർക്കറ്റിങ്ങിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് ഒരു പിന്നെ പ്രൊഡ്യൂസർ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ കൺസ്യൂമർക്ക് മാക്സിമം യൂട്ടിലിറ്റി അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഒപ്റ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗുഡ് ആണ് എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാകണം. യൂട്ടിലിറ്റി മാക്സിമം പ്രൊവൈഡ് ചെയ്യും. ഇപ്പോ നമ്മൾ 10 രൂപ കൊടുത്തൊരു ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ 10 രൂപയും നമ്മൾ കൊടുത്ത് വാങ്ങുമ്പോൾ അതിൽ നിന്നും മാക്സിമം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി കിട്ടി എന്നൊരു ഒരു തോന്നൽ അവിടെ കൺസ്യൂമേഴ്സിന് ഉണ്ടാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. അത് ക്ലിയർ ആയി. ഇനി അതിൽ താഴെ എഴുതി നോക്കൂ. മാർക്കറ്റിംഗ് ഓൾവേസ് ഫോക്കസസ് ഓൺ. മാർക്കറ്റിംഗ് ഓൾവേസ് നോക്കൂ അവിടെ. മാർക്കറ്റിംഗ് ഓൾവേസ് ഫോക്കസസ് ഓൺ പ്രോഫിറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. മാർക്കറ്റിംഗ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് പ്രോഫിറ്റ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പ്രൊഡക്റ്റിന് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൺസ്യൂമേഴ്സ് നീഡ് അനുസരിച്ച് പ്രൊഡക്റ്റുകൾ മേക്ക് ചെയ്യുന്നു. ആ നീഡ് ഗുഡോ സർവീസുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത് അവരിലേക്ക് ഡെലിവറി ചെയ്യുന്നു. ഡെലിവറി ചെയ്ത് അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ആ സാറ്റിസ്ഫാക്ഷനോട് ഇവർക്ക് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ഉണ്ടാകും. അപ്പോൾ മാർക്കറ്റിംഗ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, പ്രോഫിറ്റിനെയും പ്ലസ് എന്താണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനുമാണ്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഹ്യൂമൻ നീഡിൽ ഒരു എന്താ പറയാ ഒരു 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 സൈക്കോളജിക്കൽ ഫിനോമിനയാണ്. ഒരു വ്യക്തിക്ക് ഒരു ഗുഡിൽ നിന്നും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് വേറൊരാൾക്ക് അതിൽ നിന്ന് കിട്ടണമെന്നില്ല. സാറ്റിസ്ഫാക്ഷൻ ഇസ് വെരി ഡിഫറെന്റ്, അല്ലെങ്കിൽ എന്താണ്, ഡിഫറെന്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആണ്. വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് എത്തുമ്പോൾ, ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് എത്തുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ലെവലുകൾ മാറി മറിഞ്ഞു. പക്ഷെ ഇവിടെ മാർക്കറ്റിങ്ങിൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക, രണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമേഴ്സിന് നൽകുന്നുണ്ട് എന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഗുഡിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഞങ്ങളുടെ ഗുഡിനുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും അഡ്വർടൈസ്മെന്റ് കമ്പനികളൊക്കെ അവരുടെ അഡ്വർടൈസ്മെന്റുകൾ പോലും നടത്താറ്. മാക്സിമം യൂട്ടിലിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്കാണ് പലപ്പോഴും പല പരസ്യങ്ങൾ വരാറ്. പരസ്യങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഞങ്ങളുടെ പ്രൊഡക്റ്റ് കൺസ്യൂമർക്ക് മാക്സിമം യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്ന ചിന്ത ഉണ്ടാക്കുക, അതൊരു മാനസികമായൊരു ചിന്ത ആളുകളിൽ ഉണ്ടാക്കുക എന്നതും മാർക്കറ്റിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അടുത്ത പോയിന്റ് നോക്കൂ. മാർക്കറ്റിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മേക്ക് പിക്ചർ. ദി സൈക്കിൾ കണ്ടിന്യൂസ്ലി ആണ്. അതിന്റെ അർത്ഥം ഇത് എ കണ്ടിന്യൂസ് പ്രോസസ് മേക്ക് പിക്ചർ, അതാണ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിന്റെ അർത്ഥം അത് കൺസ്യൂമേഴ്സിന്റെ വാണ്ട് തിരിച്ചറിയുന്നു, അതിനനുസരിച്ച് പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്നു, ഡെലിവറി ചെയ്യുന്നു, അത് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആളുകളിലേക്ക് എത്തുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ വീണ്ടും പിന്നെ പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതൊരു സൈക്ലിക്കൽ ഫ്ലോ ആയിട്ടാണ് പോകുന്നത് നടത്തും. ഓക്കെ. പിന്നെ ട്രെൻഡോ ഫാഷനോ രീതികളോ മാറുന്നുണ്ടെങ്കിൽ അത് അവർ ഐഡന്റിഫൈ ചെയ്യുക കൂടി വേണം. നടക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഫ്രം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ടു കസ്റ്റമർ ഡിലൈറ്റ്, ഏർലിയർ ഫോക്കസ്. ഫ്രം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ടു കസ്റ്റമർ ഡിലൈറ്റ്, earlier focus. Customer satisfaction, now focus. Customer delight, customer loyalty, long-term relationship. This is called the customer relationship management, CRM. നമ്മുടെ അതൊക്കെ ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ചില പോയിന്റ്സുകൾ മാത്രമാണ്. എന്താണ് CRM എന്ന് പറഞ്ഞാൽ? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് CRM.
Amazon remembering your preferences and giving offers. Amazon remembering your preferences and giving offers. Amazon നിങ്ങൾക്ക് ഒരുപാട് പിന്നെ എന്ത് ചെയ്യുന്നു, പ്രിഫറൻസസുകളും അതുപോലെ തന്നെ ഓഫറുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അത് കണ്ടിന്യൂ ചെയ്യാൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. Why production oriented thinking failed earlier belief? Why production oriented thinking failed earlier belief? ഇവിടെ produce first, selling will happen later. ഒരു ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ പ്രൊഡ്യൂസ് ഫസ്റ്റ്, ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെല്ലിംഗ് വിൽ ഹാപ്പൻ ലേറ്റർ. സെയിൽ നടക്കുന്ന എപ്പോഴാണ്? പിന്നീടാണ്. ഇതൊരു നല്ല രീതിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വിൽക്കാൻ പോയാൽ അതിന്റെ പ്രോബ്ലം എന്താണ്? പ്രോഡക്ട്സ് ഫെയിൽഡ് ബിക്കോസ് കസ്റ്റമർ നീഡ്സ് വേർ ഇഗ്നോർഡ്. പിന്നെ കസ്റ്റമറുടെ നീഡ് ഇഗ്നോർ ചെയ്തിട്ട് അവരുടെ ആവശ്യങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിൽക്കാൻ പറ്റില്ല, ജനങ്ങളിലേക്ക് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? കസ്റ്റമറിന്റെ നീഡ് മനസ്സിലാക്കാൻ പറ്റണം. ആ നീഡ് മനസ്സിലാക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആളുകളിലേക്ക് ഈസി ആയിട്ട് എത്തും. നമുക്ക് പ്രോഡക്ട്സ് ഫെയിൽഡ് ബിക്കോസ് കസ്റ്റമർ നീഡ്സ് വേർ ഇഗ്നോർഡ്. പുതിയ ബിലീഫ്, പുതിയൊരു വിശ്വാസം എന്താണ്? ഇഫ് യു കനോട്ട് സെൽ ഇറ്റ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെയുള്ള ഫുഡുകൾ സെയിൽ ചെയ്യാൻ പറ്റില്ല. ഡു നോട്ട് പ്രൊഡ്യൂസ് ഇറ്റ്. നമുക്ക് വിൽക്കാൻ പറ്റാത്ത ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. പുതിയൊരു ബിലീഫ് അങ്ങനെയാണ്. നമുക്ക് ഈസി ആയിട്ട് വിൽക്കാൻ പറ്റുന്ന എന്താണ് അത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വിൽക്കാൻ പറ്റുന്നത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യും, അല്ലാത്തത് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കണ്ട, അത് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ഇത് ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയാം, കസ്റ്റമറുടെ നീഡ്, കൺസ്യൂമറുടെ നീഡ് ആദ്യം നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹെൻസ് കൺസ്യൂമർ ഓറിയന്റഡ് മാർക്കറ്റിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ സർവൈവൽ. എപ്പോഴും കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് ബിസിനസ്സിൽ സർവൈവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാന മാർഗം എന്നാണ് അതിൽ ഓർമ്മയിൽ വെക്കേണ്ട ഒരു പ്രധാന പോയിന്റ്. അപ്പോ നമ്മൾ ആ പേജ് അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒറ്റ വാക്കിൽ ഞാൻ എക്സാമിനേഷൻ പോയിന്റ് ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിംഗ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് കൺസ്യൂമർ നീഡ്സ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, സൈക്ലിക്കൽ ഫിലോമിനയാണ്. ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കസ്റ്റമറെ നീഡ് ഐഡന്റിഫൈ ചെയ്യുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക, ഡെലിവറിങ് ദം ടു കൺസ്യൂമേഴ്സ്, അത് കൺസ്യൂമേഴ്സിലേക്ക് ഡെലിവർ ചെയ്യുക, സാറ്റിസ്ഫൈങ് ദെയർ വാണ്ട്സ്, അവരുടെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യിക്കുക, ആൻഡ് മെയിൻറ്റെയിനിങ് ലോങ് ടേം കസ്റ്റമർ റിലേഷൻഷിപ്സ് പ്രോഫിറ്റബിൾ. ഒരു ദീർഘകാലം കസ്റ്റമറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകുക. ഇതാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. നമ്മൾ നോക്കൂ, കൊക്കോകോള, പെപ്സി ഇതൊക്കെ എത്രയോ വർഷക്കാലമായിട്ട് കസ്റ്റമേഴ്സുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. മാത്രമല്ല അതൊരു ഏതൊരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ വരെ കൊക്കോകോളയുടെ സിമ്പിൾ കണ്ടാൽ അറിയുന്ന രീതിയിൽ അവരുടെ പ്രൊഡക്റ്റിനെ മാറ്റിയെടുത്ത് എത്രയോ വർഷങ്ങളായിട്ട് ഈ ഡ്രിങ്ക്സ്, ഈ പറയുന്ന കൂൾ ഡ്രിങ്ക്സിന്റെ പ്രൊഡക്റ്റുകൾ വളരെ ഡോമിനന്റ് ആയിട്ടുള്ള പൊസിഷനിൽ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അത്രയേറെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിൽ ഞാൻ പറയാം, മാർക്കറ്റിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആദ്യം കസ്റ്റമറുടെ നീഡ് ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ഡെവലപ്പിംഗ് സ്യൂട്ടബിൾ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക, ഡെലിവറിങ് ദം ടു
കൺസ്യൂമേഴ്സ്, അത് കൺസ്യൂമേഴ്സിലേക്ക് ഡെലിവറി ചെയ്യുക, സാറ്റിസ്ഫൈങ് ദെയർ വാണ്ട്സ്, അവരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുക, ആൻഡ് മെയിൻറ്റെയിനിങ് ലോങ് ടേം കൺസ്യൂമർ റിലേഷൻഷിപ്പ് പ്രോഫിറ്റബിൾ. ഇതിന് ലോങ് ടേം, ദീർഘകാലം കൺസ്യൂമേഴ്സുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് പ്രോഫിറ്റബിൾ ആയിട്ട് എന്ത് ചെയ്യുക, അത് പ്രോഫിറ്റബിൾ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ചെയ്യുന്ന ബിസിനസ്സിനെ മാറ്റുക. ഇതാണ് അതിന്റെ അർത്ഥം, ഉദ്ദേശം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയ അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത കൺസെപ്റ്റിലേക്ക് പോകുന്നു. അടുത്ത ഹെഡ്ലൈൻ, കൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ്. കൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ സങ്കല്പങ്ങൾ എന്നാണ് അതിന്റെ മലയാളം. ഡിഫറെന്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കൺസെപ്റ്റുകളുണ്ട്. ഒന്നാമത്തെയാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, കൺസ്യൂമേഴ്സ് പ്രിഫർ ലോ പ്രൈസ്ഡ്, easily available products. So companies should focus on large scale and efficient production. ഇവിടെ എന്താണ് ആ വാക്കിന്റെ ഉദ്ദേശം? ഇവിടെ പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, കൺസ്യൂമേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലോ പ്രൈസ് ആയിട്ടുള്ള, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ്. അതുകൊണ്ട് കമ്പനീസ് ഷുഡ് ഫോക്കസ് ഓൺ ലാർജ് സ്കെയില് ആൻഡ് എഫിഷ്യന്റ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കമ്പനീസ് എപ്പോഴും ഫോക്കസ് ചെയ്യുക മാസ് പ്രൊഡക്ഷൻ, ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആണ്. പെർ യൂണിറ്റ് കോസ്റ്റ് റെഡ്യൂസ് ആകുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആണെങ്കിലും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണെങ്കിലും, പർച്ചേസിങ് കോസ്റ്റ് ആണെങ്കിലും ഒക്കെ പെർ യൂണിറ്റ് കോസ്റ്റ് ഡിക്രീസ് ആകുന്ന രീതിയിലാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എപ്പോഴും വരിക. അപ്പൊ സ്മോൾ സ്കെയിലിൽ നിന്ന് ലാർജിലേക്ക് പോകുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസുകൾ പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ ഫേമിനുണ്ട് എന്നർത്ഥം. കമ്പനീസ് ഷുഡ് ഫോക്കസ് ഓൺ ലാർജ് സ്കെയിൽ ആൻഡ് എഫിഷ്യന്റ് പ്രൊഡക്ഷൻ. എഫിഷ്യന്റ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം, കോസ്റ്റ് മിനിമം ആക്കിയിട്ട് മാക്സിമം ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എഫിഷ്യന്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അതിന്റെ റിസോഴ്സുകൾ നന്നായിട്ട് അലോക്കേറ്റ് ചെയ്യുക, ഒരു കോസ്റ്റ് മിനിമൈസേഷൻ, റെഡ്യൂസ് ചെയ്യുക, മാക്സിമം മിനിമൈസ് ചെയ്യുക, എന്നിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാകുന്ന രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോഴാണ് നമ്മൾ അതിനൊരു എഫിഷ്യന്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന വാക്ക് വെച്ച് വിളിക്കുക എന്നർത്ഥം. ഇവിടെ മെയിൻ ഫോക്കസ് ഒന്ന് മാസ് പ്രൊഡക്ഷൻ, അതിന്റെ അർത്ഥം ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഒരു ഗുണം, ഒരുപാട് ഡിസഡ്വാൻറ്റേജുകൾ ഉണ്ടെങ്കിലും അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന കാര്യമാണ്, ലാർജ് സ്കെയിലിലേക്ക് പോകുമ്പോൾ അതിന്റെ കോസ്റ്റ് എന്ത് ചെയ്യും, അത്രമാത്രം കുറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. എങ്ങനെയാണ് കോസ്റ്റ് കുറയുക? നമ്മൾ ലാർജ് സ്കെയിലിലേക്ക് സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ വലിയ പ്രൊഡക്ഷനാണ്. അതിന്റെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള മാനേജേഴ്സ് അപ്പോയിന്റ് ചെയ്യപ്പെടും. മാത്രമല്ല എല്ലാത്തിൻ്റെയും യൂണിറ്റ് കോസ്റ്റ്, ഇപ്പോൾ 500 ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 5000 രൂപയാണ് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എങ്കിൽ നമുക്കറിയാം പെർ യൂണിറ്റ് കോസ്റ്റ് അവിടെ 10 രൂപ വരും. എന്നാൽ 500 പകരം 5000 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 5000 ആണ് അവിടെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എങ്കിൽ 5000 ഡിവൈഡഡ് ബൈ 5000 എന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് കോസ്റ്റ് വളരെ കുറയും, 10 രൂപയിൽ നിന്ന് വളരെ കുറയുന്നത്. മാത്രമല്ല അത് ബൾക്ക് പർച്ചേസിങ് ആകും, സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് ഡിസ്കൗണ്ടുകൾ കിട്ടും. ലാർജ് സ്കെയിലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യപ്പെടും. അപ്പൊ ഈസി ആയിട്ട് പലപ്പോഴും ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ലോണുകൾ കിട്ടും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട് എന്നർത്ഥം. അപ്പോൾ പ്രൊഡക്ഷൻ കൺസെപ്റ്റിലെ കൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗിലെ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ മാസ് പ്രൊഡക്ഷൻ ലോവർ കോസ്റ്റ് ആക്കുക, വൈൽഡായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. വെൻ ദിസ് കൺസെപ്റ്റ് വർക്ക്സ്, അതിന്റെ അർത്ഥം എങ്ങനെയാണ്?
Demand is greater than supply. Whatever is produced can be sold. അതിന്റെ വാക്കിന്റെ അർത്ഥം എന്താ അറിയാം? വാട്ടെവർ ഈസ് പ്രൊഡ്യൂസ്ഡ് ക്യാൻ ബി സോൾഡ്. ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. ലാർജ് പ്രൊഡക്ഷൻ റെഡ്യൂസസ് കോസ്റ്റ്. എക്കോണമീസ് ഓഫ് സ്കെയിൽ ആയിരിക്കും. ഡിപ്പാർട്ട്മെന്റ് ഇമ്പോർട്ടൻസ് പ്രൊഡക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് വെരി ഇമ്പോർട്ടന്റ് ആണ്. സെയിൽസ് ഓൺലി സെല്ലിംഗ് വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. എക്സാമ്പിൾ, ഇപ്പോൾ ബേസിക്കൽ കമ്മോഡിറ്റൈസ് ആയിട്ടുള്ള സിമെന്റ്, ഷുഗർ, റൈസ് ഡ്യൂറിങ് ഷോർട്ടേജസ് ആണ്. പ്രൊഡ്യൂസ് മോർ, സെൽ മോർ. അതാണ്. അപ്പൊ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ, കൂടുതൽ വിൽക്കുക. അതാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ലാഭകരമാകുന്ന രീതിയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, ചെലവ് കുറയ്ക്കുക. അതാണ് ഇതിന്റെ ഉദ്ദേശം. ഇനി അടുത്ത പോയിന്റ് അവിടെ കൊടുത്തിട്ടുള്ളത് പ്രോഡക്റ്റ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് പ്രോഡക്റ്റ് കൺസെപ്റ്റ് ആണ്. ഇനി മീനിങ് നോക്കൂ. കൺസ്യൂമേഴ്സ് പ്രിഫർ പ്രോഡക്ട്സ് വിത്ത് ബെസ്റ്റ് ക്വാളിറ്റി. Consumers prefer products with best quality, features and performance, even at a high price. Consumers prefer products. Consumers എപ്പോഴും പ്രോഡക്റ്റ് പ്രിഫർ ചെയ്യുന്നത് ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. മാത്രമല്ല ബെസ്റ്റ് ഫീച്ചേഴ്സ് പെർഫോമൻസും ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. ഈവൻ അറ്റ് എ ഹയർ പ്രൈസ്. അത് ഹയർ പ്രൈസ് ആണെങ്കിൽ പോലും ആ ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ടോ, ഗുഡ് ഫീച്ചേഴ്സ് ആണോ, പ്രിഫറൻസ് ഉണ്ടോ എന്നുകൂടി അവർ നോക്കുന്നർത്ഥം. അപ്പോൾ അതിന്റെ അർത്ഥം പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് എന്താകണം, ഒരു ഹൈ ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക. അതിന്റെ ഡിസൈൻ, പാക്കേജിങ്, ഫീച്ചേഴ്സ്, കണ്ടിന്യൂസ് പ്രോഡക്റ്റ് ഇംപ്രൂവ്മെന്റ്. പ്രോബ്ലം വിത്ത് ദിസ് കൺസെപ്റ്റ്, ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണ്? കമ്പനി മേ ഇഗ്നോർ കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. പ്രോബ്ലം അതന്നെ വരിക. കാരണം പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഡിസൈനിങ്ങിൽ, പാക്കേജിങ്ങിൽ, ഫീച്ചേഴ്സിൽ അതിന്റെ എന്ത് ചെയ്യുന്നു, അതിന്റെ പിന്നെ കണ്ടിന്യൂസ് ആകും. അതിന്റെ പിന്നെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആക്കും എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ കമ്പനി മേ ഇഗ്നോർ കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഒരു എക്സാമ്പിൾ നോക്കൂ. ബിസ്ക്കറ്റ് കമ്പനി മേക്സ്. ബിസ്ക്കറ്റ് കമ്പനി മേക്സ് ഗുഡ് പാക്കേജിംഗ് ആണ്, പ്രീമിയം ഇൻഗ്രീഡിയൻസ് ആണ്. ബട്ട് ബിസ്ക്കറ്റ് ഡസ് നോട്ട് ടേസ്റ്റ് ഗുഡ്. പ്രൊഡക്റ്റ് ഫെയിൽസ്. കീ പോയിന്റ്സ് ഫോർ എക്സാം എന്താ? ഗുഡ് പ്രോഡക്റ്റ് വിൽ സെൽ ഇറ്റ് സെൽഫ്, മേ നോട്ട് ബി ട്രൂ ഓൾവേസ്. അപ്പൊ അവിടെ പ്രോഡക്റ്റ് കൺസെപ്റ്റിൽ എന്തായിരിക്കണം? പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, അത് അതിന്റെ പാക്കേജിങ്ങില്, അതിന്റെ ടേസ്റ്റ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നർത്ഥം. ഇതിനടുത്ത് സെല്ലിംഗ് കൺസെപ്റ്റ് ആണ്. കൺസ്യൂമേഴ്സ് വിൽ നോട്ട് ബൈ ഇനഫ് അൺലെസ് ദേ ആർ പെർസ്യൂഡ് അഗ്രസീവ്ലി. അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്, അഡ്വർടൈസിങ്. ഇപ്പം സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നോക്കി, consumers will not buy enough unless they are pursued aggressively എന്ന് പറയുന്ന വാക്ക് അവിടെ കാണാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്നുകൂടി നമുക്ക് നോക്കണം. നമുക്ക് ഇവിടെ മെയിൻ ഫോക്കസ് എന്തൊക്കെയാണ്? അഡ്വർടൈസ്മെന്റിൽ, സെയിൽസ് പ്രൊമോഷനിൽ, പേഴ്സണൽ സെല്ലിങ്ങിൽ. Customers must be forced or persuaded to buy after sale concern. ഇവിടെ customer satisfaction is not important. Repeat purchase is not expected. Department importance എങ്ങനെയാണ്? സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് മോസ്റ്റ് പവർഫുൾ. ഇവിടെ എക്സാമ്പിൾ ആണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ഇൻഷുറൻസ് ഏജൻസ്, ഹെൽത്ത് ഡ്രിങ്ക്സ്, ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ്, ഫണ്ട് റൈസിംഗ് campaigns. An important distinction exam എങ്ങനെയാണ്? കസ്റ്റമർ ബൈസ് ദി പ്രോഡക്റ്റ്, കൺസ്യൂമർ യൂസസ് ദി പ്രോഡക്റ്റ്, സെൽ വാട്ട് യു പ്രൊഡ്യൂസ്. അതിനർത്ഥം കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് വാങ്ങുന്ന ആളും കൺസ്യൂമർ ഗുഡ് യൂസ് ചെയ്യുന്ന ആളുമാണ്.
അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ പിന്നെ ഒരു സെല്ലിംഗ് കൺസെപ്റ്റ് വരുന്നു. കൺസ്യൂമറിലേക്ക് ഇത് എത്തുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അതിന്റെ സെല്ലിംഗ് കൺസെപ്റ്റ് മാറ്റം വരുത്തുക. കൺസ്യൂമർ ഗുഡ് യൂസ് ചെയ്യുന്ന ആളും കസ്റ്റമർ ഗുഡ് വാങ്ങുന്ന ആളും. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നോക്കൂ നിങ്ങൾ, കൺസ്യൂമേഴ്സ് വിൽ നോട്ട് ബൈ ഇനഫ് unless they are pursued aggressively. വാക്കിന്റെ അർത്ഥം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, വലിയ പ്രശ്നമില്ല. ഇനി അതിന്റെ കീ പോയിന്റ് നോക്കി, സെൽ വാട്ട് യു പ്രൊഡ്യൂസ്. എന്താണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് വിൽക്കാൻ നമുക്ക് പറ്റണം. Then marketing concept, find what consumers want. കൺസ്യൂമേഴ്സിന്റെ ആവശ്യം എന്താണെന്ന് കണ്ടെത്തുന്നു. ദെൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ സാറ്റിസ്ഫൈ ദം ബെറ്റർ ദാൻ കോമ്പറ്റേറ്റേഴ്സ്. അതിന്റെ ആ പ്രോഡക്റ്റിന്റെ കോമ്പറ്റേറ്റേഴ്സിൽ നിന്നും എല്ലാം തന്നെ ഒരു ബെറ്റർ ആണ് എന്ന രീതിയിൽ ആ പ്രൊഡക്റ്റ് മാറ്റുമെന്ന് അർത്ഥം. മെയിൻ ഫോക്കസ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. കൺസ്യൂമറുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ലോങ് ടേം പ്രോഫിറ്റ്. അതിന്റെ ഫിലോസഫി എങ്ങനെയാണ്? കൺസ്യൂമർ ഈസ് ദി കിങ്. അപ്പൊ അതിൽ മെയിൻ ഫോക്കസ് ആയിട്ടുള്ള പോയിന്റുകൾ, ഇത്രയും പോയിന്റുകൾ അവിടെ നോർമലി വെച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഇനി പ്രോസസ്, ഐഡന്റിഫൈ കൺസ്യൂമർ നീഡ്സ്. കൺസ്യൂമർ നീഡ് ഐഡന്റിഫൈ ചെയ്യുക. ഡെവലപ്പ് സ്യൂട്ടബിൾ പ്രോഡക്റ്റ്. കൺസ്യൂമറുടെ ആവശ്യം ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഡെലിവർ സാറ്റിസ്ഫാക്ഷൻ, ഏൺ ലോങ് ടേം പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് വർക്ക്സ് ടുഗദർ, പ്രൊഡക്ഷൻ, ഫിനാൻസ് ആൻഡ് R&D, മാർക്കറ്റിംഗ്. അതൊന്നും വേണമെന്നില്ല. അവിടെ ഈ പോയിന്റ് ഒന്ന് നന്നായിട്ട് ഓർമ്മയിൽ വെക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓൾ എയിംഡ് അറ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് എല്ലാവരും എയിം ചെയ്യുന്ന ഒന്ന്. വൈ? സം കമ്പനീസ് ഡോണ്ട് അഡോപ്റ്റ് ഇറ്റ്. ഷോർട്ട് ടേം പ്രോഫിറ്റ് മേ ഫോൾ, ലോങ് ടേം പ്രോഫിറ്റ് സീം അൺസർട്ടൈൻ. പ്രൊഡ്യൂസ് വാട്ട് കൺസ്യൂമേഴ്സ് വാണ്ട്. ഇതിന്റെ അർത്ഥം വരുന്ന അവിടെ വലിയ വിഷയമില്ല, വലിയ പ്രശ്നമില്ല. നമുക്കത് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒന്നാണ്. ഇനി അടുത്ത സൊസൈറ്റൽ കൺസെപ്റ്റ് ആണ്. അവിടെ പ്രധാനമായിട്ട് ഞാൻ വീണ്ടും പറയാം, ഈ കൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ഒന്ന് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ആണ്. അതില് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുക, ലോ കോസ്റ്റിൽ, എന്നിട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, കൂടുതൽ വിൽക്കുക, കൂടുതൽ ലാഭം ഉണ്ടാക്കുക. ദെൻ പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. കൺസ്യൂമർ എപ്പോഴും ആലോചിക്കുന്നത് അതിന്റെ ക്വാളിറ്റി, അതിന്റെ പ്രിഫറൻസസ്, മറ്റ് അതിന്റെ പ്രോഗ്രാമുകളൊക്കെയാണ്. അത് നന്നാക്കിയിട്ട് ചെയ്യുക. പിന്നെ സെല്ലിംഗ് കൺസെപ്റ്റ്, ഉണ്ടാക്കുന്ന ഗുഡോ സർവീസോ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള സെല്ലിംഗ് കൺസെപ്റ്റുകൾ കൊണ്ടുവരിക. പിന്നെ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് പറഞ്ഞു. ദെൻ സൊസൈറ്റൽ കൺസെപ്റ്റ് ആണ് അഞ്ചാമത്തെ. സൊസൈറ്റൽ കൺസെപ്റ്റ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ, കൺസ്യൂമർ അവയർനെസ്, ഇതൊക്കെ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്, നോൺ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രി, സേഫ് ആൻഡ് ഹെൽത്തി ഗുഡ്സ്. എന്താണ് ഈ ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും സൊസൈറ്റിക്ക് ഹാംഫുൾ ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കണം. അപ്പൊ അവിടെ റിസോഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ആണെങ്കിലും കൺസ്യൂമർ അവയർനെസ് മെയിൻ ഫോക്കസ് എങ്ങനെയാ? കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കണം, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കണം, സൊസൈറ്റിക്ക് അതുകൊണ്ട് വെൽഫെയർ ഉണ്ടാവണം. എന്തായാലും അതിന്റെ അർത്ഥം സൊസൈറ്റിക്ക് ഹാംഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഒരിക്കലും നേതൃത്വം കൊടുക്കരുത് എന്നാണ് അർത്ഥം. എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ്, നോൺ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ്, സേഫ് ആൻഡ് ഹെൽത്തി ഗുഡ്സ് ആണ് ഇമ്പോർട്ടൻസ്. എൻഹാൻസസ് ഗുഡ് വില്ല്, ensures long-term survival, shows
സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനകത്ത് ഷോസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, എന്തുണ്ടാക്കുമ്പോഴും ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ആൾക്ക് എന്തുണ്ട്, ഇത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കൂടി ഉണ്ട് എന്നാണ് അർത്ഥം. ആ രീതിയിലാണ് പ്രൊഡക്റ്റുകൾ മേക്ക് ചെയ്യേണ്ടത്. ഇനി കീ പോയിന്റ് ഫോർ എക്സാം, വാട്ട് ഈസ് ഗുഡ് ഫോർ കൺസ്യൂമർ സൊസൈറ്റി ഈസ് ഗുഡ് ഫോർ ബിസിനസ്. വാട്ട് ഈസ് ഗുഡ് ഫോർ കൺസ്യൂമേഴ്സ് ആൻഡ് സൊസൈറ്റി ഗുഡ് ഫോർ ബിസിനസ് ആണ്. ഫോക്കസ് പ്രൊഡക്ഷൻ, ലോ കോസ്റ്റ് മാസ് പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്റ്റ് എങ്ങനെ ഇരിക്കണം, ഇപ്പൊ പ്രൊഡക്റ്റിന്റെ ഫോക്കസ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, പ്രോഡക്റ്റ് കൺസെപ്റ്റ്, ദെൻ അതിന് ക്വാളിറ്റി സെല്ലിംഗ് ആയിരിക്കണം, മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, സൊസൈറ്റി കൺസെപ്റ്റ്. കൺസ്യൂമർ പ്ലസ് സൊസൈറ്റി പ്ലസ് പ്രോഫിറ്റ് ആണ് സൊസൈറ്റി കൺസെപ്റ്റ്. ഓരോന്നിന്റെയും കൺസെപ്റ്റുകൾ നോക്കൂ. ഒന്നാമത്തെ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ആണ്, അത് പ്രോഡക്റ്റിനെ ഫോക്കസ് ചെയ്യുക, ലോ കോസ്റ്റ് മാസ് പ്രൊഡക്ഷൻ. ഇനി പ്രോഡക്റ്റ് ആണെങ്കിൽ ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സ് ഉണ്ടാവണം, അതാണ് രണ്ടാമത്തെ കീ. അപ്പൊ 1, 2, 3 സെല്ലിങ്, 4 മാർക്കറ്റിംഗ്, 5 സൊസൈറ്റി. അതിൽ ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട് ഓരോ പോയിന്റുകൾ വീണ്ടും താഴേക്ക് പോയിട്ട് നടത്താം. അഗ്രസീവ് സെല്ലിംഗ് ആയിരിക്കണം മാർക്കറ്റിംഗ്, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചുള്ള മാർക്കറ്റിംഗ് ആവണം. സൊസൈറ്റി എന്ന് പറയുമ്പോൾ കൺസ്യൂമറെയും സൊസൈറ്റിയെയും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം. കൺസ്യൂമർ പ്ലസ് സൊസൈറ്റി പ്ലസ് പ്രോഫിറ്റ് ആണ്. മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഇവോൾവ്ഡ് ഫ്രം പ്രൊഡക്ഷൻ, പ്രോഡക്റ്റ്, സെല്ലിംഗ്, മാർക്കറ്റിംഗ്, സൊസൈറ്റി കൺസെപ്റ്റ് വിത്ത് ഇൻക്രീസിങ് എംഫസൈസസ് ഓൺ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ. അപ്പോ ഇത്രയും കാര്യങ്ങൾ വലിയ പ്രശ്നമല്ല വിചാരിക്കുന്നു. ഇതൊക്കെ പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഓൺ വേർഡുകളിൽ ഇതൊക്കെ വരുമ്പോൾ എഴുതുക. കൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ഒക്കെ വരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. അവിടെ നല്ല മാർക്ക് ഉണ്ടാവുക. ഓക്കെ, അടുത്ത ഭാഗം നോക്കുക, എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ്. എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗിന്റെ പരിണാമം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് ഡെവലപ്പായിട്ട് വന്ന കാലഘട്ടങ്ങൾ, വഴികൾ. മാർക്കറ്റിംഗ് ഡിഡ് നോട്ട് ഡെവലപ്പ് സഡൻലി. മാർക്കറ്റിംഗ് ഒരിക്കലും പെട്ടെന്ന് അങ്ങ് ഡെവലപ്പ് ആയിട്ടുള്ള ഒന്നല്ല, അത് സഡൻലി ആയിട്ടുള്ള ഒന്നല്ല, മറിച്ച് ഇറ്റ് ഇവോൾവ്ഡ് ഗ്രാജുവലി വിത്ത് ചേഞ്ചസ്. അത് ഒരുപാട് മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ, ലോകത്തുണ്ടായ ഒരുപാട് മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്ന ഒന്നാണ്. എക്കണോമിക് സിസ്റ്റത്തിൽ ഉണ്ടായ മാറ്റത്തിനനുസരിച്ച് മാർക്കറ്റിംഗിൽ മാറ്റങ്ങൾ വന്നു, ടെക്നോളജിയിൽ വന്ന മാറ്റം, മാത്രമല്ല പ്രൊഡക്റ്റുകളുടെ കോമ്പറ്റീഷനുകൾ ഇൻക്രീസ് ആയപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിംഗിൽ മാറ്റം വന്നു. കൺസ്യൂമേഴ്സിന്റെ അവയർനെസ് കൂടിയപ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു പ്രൊഡക്റ്റിന്റെ ഐഡന്റിഫിക്കേഷൻ കൂടുതൽ വ്യക്തമായി അറിയാൻ തുടങ്ങിയ ഒരു കാലം ഉണ്ടായപ്പോൾ അതിനനുസരിച്ചൊക്കെ എന്താണ് ഇവിടെ മാർക്കറ്റിംഗിൽ ചേഞ്ചുകൾ വന്നിട്ടുള്ളത്. മാർക്കറ്റിംഗ് ഒറിജിനേറ്റഡ് ഫ്രം ദി ബാർട്ടർ സിസ്റ്റം ആൻഡ് ഡെവലപ്ഡ് ഇൻടു എ മോഡേൺ. മാർക്കറ്റിംഗ് ആരംഭിച്ചത് ബാർട്ടർ സിസ്റ്റത്തിന്റെ കാലത്തോട് കൂടിയിട്ടാണ്. ബാർട്ടർ സിസ്റ്റം നിങ്ങൾക്കറിയാം, പണ്ട് ഒരു ഗുഡ് അങ്ങോട്ട് കൊടുത്ത് മറ്റൊന്ന് ഇങ്ങോട്ട് വാങ്ങുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ കോഴിയെ കൊടുത്ത് നമ്മൾ താറാവിനെ വാങ്ങുന്നു, അല്ലെങ്കിൽ 10 കോഴിയെ കൊടുത്ത് ഒരു ആടിനെ വാങ്ങുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു. അതാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ബാർട്ടർ സിസ്റ്റം നടന്നിരുന്ന കാലത്ത് തന്നെ, അന്ന് മുതൽ തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രം ദി ബാർട്ടർ സിസ്റ്റം ആൻഡ് ഡെവലപ്ഡ് ഇൻടു എ മോഡേൺ. പുതിയ കാലത്ത് അത് ഡെവലപ്പായി വരികയും ചെയ്തു. കൺസ്യൂമർ ഓറിയന്റഡ് ആൻഡ് സോഷ്യലി റെസ്പോൺസിബിൾ ആക്ടിവിറ്റിയാണ് ഇത്. കൺസ്യൂമർ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലി റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഈ പോയിന്റ്സുകൾ അങ്ങനെ അങ്ങ് വായിച്ചു പോയാലും മതി. എന്നൊക്കെ ആ പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നിടത്താണ് മാർക്ക് കിട്ടുക. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മാത്രമാണ്. ഇനി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ എവല്യൂഷൻ. ഇവിടെ മാർക്കറ്റിംഗ് എവല്യൂഷൻ ആകാനുള്ള, മാർക്കറ്റിംഗിന്റെ
പരിണാമത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. നമുക്കറിയാം, വ്യാവസായിക വിപ്ലവം എന്ന് പറയുമ്പോൾ അത് യൂറോപ്പിൽ ആരംഭിച്ച ഒന്നാണ്, ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ആളുകള് പ്രൊഡക്റ്റുകൾ മെഷീനറീസിലേക്ക് അല്ലെങ്കിൽ ഫാക്ടറികളിലേക്ക് മാറ്റിയിട്ട് പ്രൊഡക്ഷൻ നടത്താൻ തുടങ്ങി. പ്രൊഡക്ഷന്റെ കോസ്റ്റ് കുറഞ്ഞ് മെഷീനറീസും അതുപോലെ തന്നെ മെഷീൻ മെയ്ഡ് പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് ഉണ്ടാകാൻ തുടങ്ങി. ഫാക്ടറികൾ വരാൻ തുടങ്ങി നടത്തും. ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു. മെഷീൻ മെയ്ഡ് പ്രൊഡക്റ്റുകൾ, ഫാക്ടറി ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് ഇംഗ്ലണ്ടിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടായി. പിന്നീട് അത് ഇംഗ്ലണ്ടിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നീങ്ങി. അത് ഇൻഡസ്ട്രിയലൈസേഷൻ പിന്നീട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആയിട്ട് മാറി. ഇതോടുകൂടി പ്രൊഡക്റ്റുകൾ തമ്മിൽ കോമ്പറ്റീഷൻ ഡിറൈവ് ചെയ്തു. സെയിം പ്രൊഡക്റ്റുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഫേംസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോടുകൂടി അത് മാർക്കറ്റിംഗിന്റെ എവല്യൂഷനെ സഹായിച്ച ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ, ഗ്രോത്ത് ഇൻ പോപ്പുലേഷൻ. ലോകത്ത് ജനസംഖ്യ വർധനവുണ്ടായി. ആദ്യത്തെ ജനസംഖ്യ അല്ല ഇപ്പോൾ ഉള്ളത് ലോകത്ത്. വളരെ ഓരോ വർഷം കൂടുന്തോറും ലോകത്തിലെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനസംഖ്യ കൂടിയതോട് കൂടിയിട്ട് ആളുകൾക്ക് പ്രൊഡക്റ്റുകളുടെ മേലുള്ള ഡിമാൻഡുകൾ കൂടി. പോപ്പുലേഷൻ ഗ്രോത്ത് ആകും തോറും നമുക്കറിയാം അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റിൽ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മത്സരം വരും. അപ്പൊ അത് ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ എന്ത് ചെയ്യുന്നു? ഇവിടെ ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രൈസ് വാറുകൾ സംഭവിക്കും. പ്രൊഡക്റ്റുകൾ അതിനനുസരിച്ച് ആളുകളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അത് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ മാർക്കറ്റിംഗിന്റെ വളർച്ചയെ സഹായിച്ച രണ്ടാമത്തെ ഫാക്ടറാണ്. മൂന്നാമത്തെ, ഇംപ്രൂവ്മെന്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ലോകത്ത് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഗതാഗത സംവിധാനങ്ങൾ വളരെ വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. റോഡുകൾ, റെയിൽവേ സിസ്റ്റം, എയർലൈൻ സിസ്റ്റം, ആക്സസിബിൾ ആയിട്ടുള്ള സീ റൂട്ടുകൾ, ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ആയപ്പോൾ, ഇംപ്രൂവ്മെന്റ് ആയപ്പോൾ അതും ഈ പറയുന്ന പിന്നെ മാർക്കറ്റിങ്ങിനെ ഡെവലപ്പ് ചെയ്ത അടുത്തൊരു ഘടകമാണ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതിനടുത്ത പോയിന്റ്, ഇൻഫർമേഷൻ ടെക്നോളജി റവല്യൂഷൻ, IT റവല്യൂഷൻ. IT റവല്യൂഷൻ വന്നതോടുകൂടി നമുക്കറിയാം, ഇന്ന് നമുക്ക് എന്തൊരു കാര്യം അറിയണമെങ്കിലും അത് സോഷ്യൽ മീഡിയ വഴി അറിയാൻ പറ്റും. വിവര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊരു കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു യുഗത്തിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അത് വന്നതോടുകൂടി മാർക്കറ്റിങ്ങിന്റെ സിസ്റ്റം വീണ്ടും ഒന്ന് മാറി. ആദ്യം ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. പിന്നീട് അത് ആളുകള് സ്വർണം കൊടുത്ത് അല്ലെങ്കിൽ വെള്ളി കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി. പിന്നീട് അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് മാറി. അതിൻ്റെ അകത്ത് മെഷീൻ മെയ്ഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടാകാൻ തുടങ്ങി. അത് അതോടുകൂടി അതുവരുണ്ടായിരുന്ന മാർക്കറ്റ് സ്ട്രക്ചറുകൾ മാറി. പിന്നെ പോപ്പുലേഷന്റെ ഒരു ഗ്രോത്ത് ഉണ്ടായി. അപ്പൊ അത് വീണ്ടും മാറ്റം വന്നു. ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്തപ്പോൾ പിന്നെ മാർക്കറ്റിങ്ങിൽ വീണ്ടും മാറ്റം വന്നു. ഇൻഫർമേഷൻ ടെക്നോളജി റവല്യൂഷൻ, IT റവല്യൂഷൻ, അത് വല്ലാതെ ലോകത്ത് കൂടി. റൈസിങ് കോമ്പറ്റീഷൻ, ആളുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ വല്ലാതെ ഇൻക്രീസായി. ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ആളുകളുടെ ലൈഫ് സ്റ്റൈലിൽ വലിയ മാറ്റം വന്നു. മാത്രമല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ആളുകളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് മാറി. ഇതൊക്കെ ഇതിലൊരു പ്രധാനപ്പെട്ട ഫാക്ടറുകളാണ് എന്നർത്ഥം. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ എവല്യൂഷൻ, മാർക്കറ്റിങ്ങിന്റെ ഡെവലപ്മെന്റിനെ സഹായിച്ച പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ്. ഇനി അതിൽ കാണാം സ്റ്റേജസ് ഇൻ ദി എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ്. സ്റ്റേജസ് ഇൻ ദി എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗിൽ 1880-കളിൽ അത് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ആയിരുന്നു. അതിന്റെ അർത്ഥം ഡിമാൻഡ് വാസ് മോർ ദാൻ സപ്ലൈ. സപ്ലൈയേക്കാൾ കൂടുതലായിരുന്നു അന്ന് ഡിമാൻഡ്. വാട്ട് എവർ വാസ് പ്രൊഡ്യൂസ്ഡ് കുഡ് ബി സോൾഡ്. അതുകൊണ്ട് തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും അത് വളരെ ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റിയിരുന്നു 1880-കളിൽ. ഫോക്കസ് ഓൺ മാസ് പ്രൊഡക്ഷൻ ആൻഡ് ലോ കോസ്റ്റ്. അതുകൊണ്ട് തന്നെ
അത് മാസ് പ്രൊഡക്ഷനെ ഫോക്കസ് ചെയ്യുകയും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനെ ഫോക്കസ് ചെയ്യുകയും അതിന്റെ കോസ്റ്റ് വളരെ കുറച്ചുകൊണ്ട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനെ ഫോക്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. പ്രൊഡ്യൂസേഴ്സ് വിശ്വസിച്ചിരുന്നത് പ്രൊഡ്യൂസ് മോർ സെൽ മോർ, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, സ്വാഭാവികമായിട്ട് കൂടുതൽ വിൽക്കുക. കാരണം എന്താ, സപ്ലൈയേക്കാൾ കൂടുതലായിരുന്നു ഡിമാൻഡ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ ലാർജ് സ്കെയിൽ മാസ് പ്രൊഡക്ഷനിലേക്ക് ഫോക്കസ് ചെയ്തു, ഒരു യൂണിറ്റ് കോസ്റ്റ് കുറച്ചു. ദെൻ അവരെന്ത് ചെയ്തു, ഹയർ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ എന്തുണ്ടാക്കുന്നത് മുഴുവൻ വിൽക്കുവാൻ വേണ്ടി പറ്റിയ ഒരു കാലമായിരുന്നു 1880-കൾ. അതാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ്സ് സ്റ്റേജസ് ഇവല്യൂഷനിലെ ഒരു സ്റ്റേജാണ്. പിന്നീട് ആ സ്റ്റേജ് മാറി അറൗണ്ട് ഒരു 1900 എത്തിയപ്പോഴേക്കും പ്രൊഡക്ഷൻ കൺസെപ്റ്റ് പ്രോഡക്റ്റ് കൺസെപ്റ്റിലേക്ക് മാറി. കോമ്പറ്റീഷൻ ഇൻക്രീസ്. അതിന്റെ അർത്ഥം അവിടെ സെല്ലേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ വല്ലാതെ കൂടി. ഫോക്കസ് ഷിഫ്റ്റഡ് ടു ക്വാളിറ്റി. ആ പ്രൊഡക്ഷൻ എന്നുള്ളത് മാസ് പ്രൊഡക്ഷൻ, അതിന്റെ അർത്ഥം എന്താണ്, ഇവിടെ ഡിമാൻഡ് വളരെ കുറവും സപ്ലൈ വളരെ കൂടുതൽ, ഡിമാൻഡ് വളരെ കുറവാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് മുഴുവൻ വിൽക്കാൻ പറ്റിയ ഒരു കാലമായിരുന്നു മുന്നുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് പ്രൊഡ്യൂസേഴ്സിന്റെ എണ്ണം കൂടി, സെല്ലേഴ്സിന്റെ എണ്ണം കൂടി, സ്വാഭാവികമായിട്ട് കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ കൂടി. പിന്നീട് എന്ത് ചെയ്തു, ഇവിടെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് എല്ലാം തന്നെ ഇതിന്റെ ഈ മാസ് പ്രൊഡക്ഷന് പകരം ഷിഫ്റ്റ് ടു ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഫീച്ചേഴ്സ് ആൻഡ് ഇംപ്രൂവ്മെന്റ്, അതിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിന്റെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന കാര്യത്തിലേക്ക് അവർ ഫോക്കസ് ചെയ്തു. ഓക്കെ, അവര് വിശ്വസിക്കുന്ന കാര്യം എന്താണ്, ഗുഡ് പ്രോഡക്റ്റ് വിൽ സെൽ ഇറ്റ് സെൽഫ്. ഗുഡ് പ്രോഡക്റ്റ് വിൽ സെൽ ഇറ്റ് സെൽഫ് എന്താണ്, നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അത് വിൽക്കാൻ പറ്റും എന്ന രീതിയിലേക്ക് എത്തി. കൺസ്യൂമർ നീഡ്സ് ഓഫൺ ഇഗ്നോർഡ്. പക്ഷെ അവിടെയും കൺസ്യൂമറുടെ നീഡ്, ആവശ്യം എന്താണ് എന്നൊരു കൺസെപ്റ്റ് അപ്പോൾ എത്തിയിട്ടില്ല എന്നർത്ഥം. അതിന്റെ അർത്ഥം ഒരു പതുക്കെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റികളിലേക്ക് എത്താൻ തുടങ്ങി. 1900 എത്തിയപ്പോഴേക്കും ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്യുക, നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ആളുകൾ വാങ്ങും, കാരണം കോമ്പറ്റീഷൻ കൂടി. അപ്പോഴും കൺസ്യൂമറുടെ നീഡ്, ആവശ്യത്തെ ഇഗ്നോർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്ഷൻ മെത്തേഡായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്നാണ് സത്യം. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് 1920-കളിൽ ഉണ്ടായ ഒന്നാണ് സെല്ലിംഗ് കൺസെപ്റ്റ്. സെല്ലിംഗ് കൺസെപ്റ്റ് നോക്കൂ, സപ്ലൈ എക്സീഡഡ് ഡിമാൻഡ്. സപ്ലൈ കൂടി, ഡിമാൻഡ് കുറഞ്ഞു. സെല്ലിംഗ് ബിക്കേം ഡിഫിക്കൽട്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെയിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് മാറാൻ തുടങ്ങി. കാരണം എന്താ, ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലുമാണ്. ഫോക്കസ് ഓൺ അഡ്വർടൈസിങ് ആൻഡ് അഗ്രസീവ് സെല്ലിംഗ് ആണ്. 1920 ഇവര് പതുക്കെ അഡ്വർടൈസ്മെന്റുകളിലേക്ക്, പരസ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അഗ്രസീവ് സെല്ലിങ്ങിലേക്ക്, പേഴ്സണൽ സെല്ലിങ്, പിന്നെ സെല്ലിംഗ് കോസ്റ്റുകൾ കൂട്ടുക, ഞങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് നല്ലത്, ഇത് കൂടുതൽ വാങ്ങൂ എന്ന രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ തീവ്രമായ ശ്രമങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. കാരണം മാർക്കറ്റിൽ കോമ്പറ്റേറ്റേഴ്സിന്റെ എണ്ണം കൂടി, അവർ സപ്ലൈ ചെയ്യുന്ന എണ്ണം വളരെ കൂടി. അപ്പോൾ അതിന്റെ അർത്ഥം എക്സസീവ് സപ്ലൈ ഇവിടെ വളരെ കൂടുതലും, ഡിമാൻഡ് എന്താണ്, വളരെ കുറവായി. സെയിൽ ചെയ്യുക എന്നത് എന്തായി, ഡിഫിക്കൽട്ട് ആയിട്ട് മാറി അർത്ഥം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നോട്ട് ഇമ്പോർട്ടൻറ്റ്. അവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്ങനെയെങ്കിലും ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നർത്ഥം. ഇനി നാലാമത്തെ സ്റ്റേജ് എത്തിയപ്പോഴേക്കും 1950-കളിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ് 1950-കളിൽ സ്ട്രോങ് കോമ്പറ്റീഷൻ വന്നു മാർക്കറ്റിൽ. കൺസ്യൂമർ ബിക്കം പവർഫുൾ ആയി. ഫോക്കസ് ഓൺ കൺസ്യൂമർ നീഡ്സ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഫോക്കസ് ഓൺ കൺസ്യൂമർ നീഡ്സ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമറുടെ പിന്നെ ആവശ്യങ്ങളും സംതൃപ്തിയെയും ഫോക്കസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. പ്രൊഡ്യൂസ് വാട്ട് കൺസ്യൂമർ വാണ്ട്സ്. 1950-ലാണ് കൺസ്യൂമർ എന്ത് ആഗ്രഹിക്കുന്നു അത് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന കൺസെപ്റ്റിലേക്ക് എത്തിയത് നടത്തും. അപ്പോൾ 1950 എത്തിയപ്പോഴേക്കും ആവശ്യത്തിനനുസരിച്ച്, കൺസ്യൂമേഴ്സിന്റെ ആവശ്യം അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു മാർക്കറ്റിംഗ് സിസ്റ്റത്തിലേക്ക് എത്തി നടത്തും. അതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ക്ലിയർ ആണ്. എയിം ലോങ് ടേം പ്രോഫിറ്റ്. അത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം.
ഇത് അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞ അഞ്ചാമത്തെ കൺസെപ്റ്റ് സൊസൈറ്റൽ കൺസെപ്റ്റ് ആണ്. 1970 ശേഷം പ്രസന്റ് കൺസെപ്റ്റ് അവയർനെസ് അബൌട്ട് എൻവിയോൺമെന്റ് സോഷ്യൽ വെൽഫെയർ ആണ്. ബിസിനസ് മസ്റ്റ് ബാലൻസ് കമ്പനിയുടെ പ്രോഫിറ്റ്, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, സൊസൈറ്റീസ് വെൽബീയിങ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, നിങ്ങൾ ഏറ്റവും എളുപ്പമാകുന്ന രീതിയിലാണ് സൊസൈറ്റൽ കൺസെപ്റ്റ് അവിടെ എഴുതിയിട്ടുള്ളത്. എന്റെ പ്രത്യേകത നിങ്ങൾ നോക്കൂ, സൊസൈറ്റൽ കൺസെപ്റ്റ് അറൗണ്ട് 1970-കളിലാണ്. അത് എൻവിയോൺമെന്റിനെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, എന്നാൽ സൊസൈറ്റി വെൽഫെയറിനെയും നമ്മൾ എയിം ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകണം. അപ്പൊ അവിടെ കമ്പനിയുടെ പ്രോഫിറ്റ് എന്നുള്ളത് അവിടെ ഇമ്പോർട്ടന്റ് ആയി തന്നെ പരിഗണിക്കണം. അതിന്റെ കൂടെ തന്നെ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, കൺസ്യൂമർക്ക് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അഷ്വർ ചെയ്യണം. അതിന്റെ കൂടുതൽ സൊസൈറ്റീസ് വെൽബീയിങ്, നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് ഒരിക്കലും സൊസൈറ്റിക്ക് ഒരു ഹാർംഫുൾ ആകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാകരുത്. ഓൾ ഓവർ സൊസൈറ്റിക്ക് അതുകൊണ്ട് നേട്ടം മാത്രമേ ഉണ്ടാകൂ എന്ന രീതിയിലും നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റണം. അതാണ് സൊസൈറ്റൽ കൺസെപ്റ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.